വെടിനിർത്തൽ ധാരണയ്ക്കായി അമേരിക്ക മധ്യസ്ഥത വഹിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഭാരതത്തിന്റെ സൈനിക നീക്കത്തെ തുടർന്ന് മുട്ടുമടക്കിയാണ് പാകിസ്ഥാൻ വെടിനിർത്തലിന് അഭ്യർത്ഥിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ജർമ്മൻ പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ജയശങ്കർ ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം ചൈന പാക് ബന്ധത്തിൽ ഭാരതത്തിന് ആശങ്കയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, നേരത്തെ തന്നെ ഭാരതം ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചതാണ്. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ ധാരണയിൽ അമേരിക്ക മധ്യസ്ഥത വഹിച്ചിട്ടില്ല എന്നുള്ളത്. ഭാരതത്തിന്റെ അതിശക്തമായ സൈനിക നീക്കത്തെ തുടർന്ന് മുട്ടുമടക്കി പാകിസ്ഥാൻ വെടിനിർത്തലിന് അഭ്യർത്ഥിച്ചതാണ് എന്നുള്ളത് കൃത്യമായ ബോധ്യത്തോടുകൂടി തന്നെയാണ് ഭാരതവും വിദേശകാര്യ മന്ത്രാലയവും ഒക്കെ പലതവണ ഭാരതത്തിലെ ജനങ്ങളോടും മാധ്യമങ്ങളോടും മുന്നിലും പറഞ്ഞത്. ഇപ്പോൾ ഒരു ജർമ്മൻ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ എസ് ജയശങ്കർ ഇക്കാര്യം ആവർത്തിക്കുന്നു, അതും വ്യക്തമായ ഭാഷയിൽ തന്നെ. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്തത്? രോഹിണി, തീർച്ചയായും ഈ അടുത്ത ദിവസങ്ങളിൽ ജർമ്മനി ഉൾപ്പെടെയുള്ള ത്രിരാഷ്ട്ര സന്ദർശന വേളയിലാണ് ഈ ജർമ്മൻ പത്രം എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയും അതുപോലെ തന്നെ അഭിമുഖവും എല്ലാം തന്നെ നടത്തിയത്. ഈ അഭിമുഖത്തിലാണ് ഇത്തരത്തിലുള്ള നിർണായകമായ ചോദ്യങ്ങൾ ഉയർന്നു വരികയും ചെയ്തത്. നമുക്കറിയാവുന്നതാണ്, ഭാരതത്തിന്റെ ഇടപെടൽ സംബന്ധിച്ച് ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ കൂടിയാണ് ഇപ്പോൾ ഭാരതത്തിന്റെ ഓരോ പ്രതിനിധികളും നടത്തുന്ന വിദേശ സന്ദർശനം എന്നതുകൂടി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് സ്വാഭാവികമായും ഇത്തരത്തിലൊരു അഭിമുഖത്തിന്റെ സാധ്യത വളർന്നു വരികയും ഇതിനെ സംബന്ധിച്ചുള്ള കൃത്യത നൽകുന്നതിനുള്ള നിലപാട് എസ് ജയശങ്കറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. അതിലക്കാര്യം വളരെ കൃത്യമായി എസ് ജയശങ്കർ പറയുകയും ചെയ്തിരിക്കുന്നത്, അമേരിക്കയുടെ മധ്യസ്ഥമുണ്ടായി എന്ന വാർത്ത പൂർണ്ണമായും തള്ളുകയാണ്. അത്തരത്തിലൊരു മാധ്യസ്ഥം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തു. മാത്രമല്ല, നേരത്തെ നമുക്കറിയാവുന്നതാണ്, അത്തരത്തിലൊരു മാധ്യസ്ഥം വഹിക്കുകയോ മറ്റോ ചെയ്തിട്ടില്ല തങ്ങളെന്ന് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ വളരെ കൃത്യമായി അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നും മാത്രമല്ല, അതിശക്തമായ സൈനിക നീക്കം ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തു എന്നും വളരെ കൃത്യമായി എസ് ജയശങ്കർ പറയുകയും ചെയ്തിരുന്നു. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കൃത്യമായ സൈനിക നടപടി തീവ്രവാദ കേന്ദ്രങ്ങൾക്കെതിരെ ഭാരതം നടത്തുകയും ചെയ്തു. ആ തീവ്രവാദ കേന്ദ്രങ്ങളുമായുള്ള സൈനിക ബന്ധം തുറന്നു കാട്ടുന്നത് കൂടിയാണ് ഈ നിലപാട്, അല്ലെങ്കിൽ ഈ വിശദീകരണം എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സൈനിക ബന്ധം ഉണ്ടായതുകൊണ്ടാണ്, തീവ്രവാദികൾക്കുണ്ടായതുകൊണ്ടാണ് തീവ്രവാദ കേന്ദ്രങ്ങളിൽ ഭാരതം നടത്തിയ ആക്രമണത്തെ പാകിസ്ഥാന്റെ സൈന്യം അപലപിക്കുന്നതിനും പാകിസ്ഥാന്റെ സൈന്യം അതിനെ തിരിച്ചടിക്കുന്നതിനുമുള്ള നീക്കങ്ങൾ നടത്തിയത് എന്ന് കൃത്യമായി എസ് ജയശങ്കർ അവിടെ ഊന്നി പറയുകയായിരുന്നു എന്നതാണ് ഈ മറുപടിയിലെ ഒരു കൃത്യമായ ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വിവിധങ്ങളായ മറ്റു കാര്യങ്ങളും അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചൈനയുമായുള്ള ബന്ധമാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ ചൈനയുമായുള്ള ബന്ധങ്ങളും അതുപോലെ തന്നെ ചൈന പാകിസ്ഥാൻ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ ഓർമ്മപ്പെടുത്തലും എല്ലാം തന്നെ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയായതിനാൽ ചൈനയും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന ബന്ധം, അത് സാമ്പത്തിക തലത്തിലുള്ള നയതന്ത്ര തലത്തിലുള്ള ബന്ധമുണ്ട്, സൈനിക തലത്തിലുള്ള ബന്ധവുമുണ്ട്. സൈന്യം നിരവധിയായ സൈനിക സഹായങ്ങൾ, വിമാനങ്ങൾ, സൈനിക വിമാനങ്ങളും അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ മിസൈലുകളും പാകിസ്ഥാനെ ചൈന നൽകുന്നതിൽ സംബന്ധിച്ച് ആശങ്ക നിലനിൽക്കുന്നുവെന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തു. മറ്റൊരു സുപ്രധാന വെളിപ്പെടുത്തൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഈ ന്യൂക്ലിയർ സംഘർഷം അല്ലെങ്കിൽ ആണവ സംഘർഷം സംബന്ധിച്ചൊരു വിഷയമാണ്. ഭാരതവും പാകിസ്ഥാനും, അത് ഈ രണ്ട് വ്യവസ്ഥാപിത രാജ്യങ്ങൾ തമ്മിൽ ഒരു സംഘർഷം നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ആണവ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ല. പക്ഷേ ഭീകരതയ്ക്കെതിരായ ഒരു പോരാട്ടമാണ് ഭാരതം നടത്തുന്നത് എന്ന നയതന്ത്ര നിലപാട് ഉറച്ചു നിൽക്കുകയാണ് ഭാരതം. അതുകൊണ്ട് തന്നെ ഭീകരർക്കെതിരെ പോരാടുമ്പോൾ അല്ലെങ്കിൽ സമൂഹത്തിനെതിരായ ചിത്രശക്തികൾക്കെതിരെ പോരാടുന്ന ഒരു രാജ്യത്തിന് നേരെ ഒരു തരത്തിലും മറ്റൊരു രാജ്യത്തിനെ ആണവായുധങ്ങൾ പോലുള്ള മാരകായുധങ്ങൾ പ്രയോഗിക്കേണ്ട സാഹചര്യമില്ലെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നില്ലെന്നും അത്തരത്തിലുള്ള വ്യക്തത കൂടി അദ്ദേഹം വരുത്തുകയുണ്ടായി. നിലവിലെ സാഹചര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെതായത് അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്, അമേരിക്കയുമായുള്ള ബന്ധം, അമേരിക്കയ്ക്ക് വെടിനിർത്തലിൽ ബന്ധമുണ്ട് എന്ന വാർത്ത തള്ളിക്കളയുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും സുപ്രധാനമായ ഘടകമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇന്ത്യയുടെ ആശങ്ക വിദേശകാര്യമന്ത്രി ലോകത്തെ അറിയിച്ചിരിക്കുന്നു ഈ ചൈന പാക് ബന്ധത്തിൽ. അതുപോലെ തന്നെ ഇന്ത്യയും ന്യൂക്ലിയർ സംഘർഷം അല്ലെങ്കിൽ ഒരു ആണവ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യത ഒട്ടുമില്ല എന്ന് തന്നെ വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നു. അതിനുള്ള അടിസ്ഥാന കാരണം ഭീകര വിരുദ്ധ പോരാട്ടമാണ് ഭാരതം നടത്തുന്നത്, മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കടന്നു കയറലല്ല എന്ന് സ്ഥിരീകരിക്കുക കൂടിയാണ് എസ് ജയശങ്കർ. രോഹിണി, ശരി, ഐസൺ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.